സീതയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഭർത്താക്കന്മാരായ പാണ്ഡവർ എന്നും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മഹാപ്രസ്ഥാന വേളയിൽ പാണ്ഡവരും പാഞ്ചാലിയും നടന്നു പോകുന്നതിനിടയിൽ പാഞ്ചാലി കുഴഞ്ഞു വീണു. ഭീമാർജുനന്മാർ ഒരു വേള തിരിഞ്ഞു നിന്നു. എന്നാൽ തിരിഞ്ഞു നോക്കാതെ നടന്നുകൊള്ളാൻ അവരോട് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവർ പാഞ്ചാലിയെ ഉപേക്ഷിച്ച് നടന്നു. ഇത്തരത്തിൽ ഓരോരുത്തരായി വീണു മരിച്ചു. അപ്പോഴെല്ലാം മറ്റുള്ളവർ അവരെ ഉപേക്ഷിച്ചു പോയി. ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ജീവിതത്തിൽ മാത്രമേ ഒപ്പം കൂടാനും സഹായിക്കാൻ കഴിയൂ. മരണയാത്രയിൽ അത് സാധ്യമല്ല. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിങ്കളൂർ കൈലാസനാഥ ക്ഷേത്രം. ശിവക്ഷേത്രമാണെങ്കിലും ഇത് ചന്ദ്രന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജാതകത്തിലെ ചന്ദ്രന്റെ സ്ഥിതിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഈ ക്ഷേത്ര ദർശനം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനായി ഇവിടെ തിങ്കളാഴ്ച ദർശനം നടത്തി പൂജകൾ ചെയ്യേണ്ടതാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കാറ്റിൽ പനയോല മുഴങ്ങുന്ന പാലക്കാടൻ മണ്ണിൽ ആലത്തൂർ പട്ടണത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തൃപ്പാളൂർ ഗ്രാമം. കിഴക്കൻ മലനിരകളിലെ നെല്ലിയാമ്പതിയിൽ നിന്ന് ഉറവയിട്ട് നിളയോട് കൈകോർത്തു മുന്നേറാൻ ഒഴുകിയെത്തുന്ന ഗായത്രിപ്പുഴ. ഗായത്രിയുടെ അലയൊലികൾ ധന്യമാക്കുന്ന ഹരിത തീരത്തിലാണ് ദേശത്തിന് ധന്യത പകരുന്ന തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം എന്ന അതിപുരാതന ക്ഷേത്രം നിലകൊള്ളുന്നത്. പഞ്ചാക്ഷരി നാമപ്പൊരുളായി വിളങ്ങും ശ്രീ പാർവതീശ മഹേശ, പൂർവാഭിമുഖനായി പൊന്നേരി വാഴും ശ്രീ നീലകണ്ഠ നമസ്തേ. ശ്രുതജനം പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് വ്യത്യസ്തമായ നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ത്രേതായുഗത്തിൽ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഓം നമഃശിവായ. ഞാൻ തൃപ്പാളൂർ മഹാദേവ ശിവക്ഷേത്രത്തിലെ മേശാന്തിയാണ്. തൃപ്പാവള്ളൂർ മഹാശിവക്ഷേത്രം അതിപുരാതനവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായിട്ടുള്ള ശൈവ വൈഷ്ണവ ശാക്തേയ സാന്നിധ്യം ഉള്ള ഒരു മഹാക്ഷേത്രം ആയിട്ട് നിലനിൽക്കുകയാണ്. ശ്രീ പാർവതീശ മഹേശ, പൂർവാഭിമുഖനായി പൊന്നേരി വാഴും ശ്രീ നീലകണ്ഠ നമസ്തേ. വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ ക്ഷേത്രസ്ഥാനങ്ങളിൽ ഒരേ സമയം പ്രതിഷ്ഠ നടത്തിയ ഖരമുനി അപ്രകാരം തന്നെ പാലക്കാടൻ മണ്ണിലും ഒരേ സമയം 3 പ്രതിഷ്ഠകൾ നടത്തിയെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. തൃപ്പല്ലാവൂർ, അയലൂർ എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പട്ടികയിൽ മറ്റുള്ളവ. ആനന്ദ ചിന്മയ ശുചീന്ദ്രനാഥ അമൃത കലാധര ശംഭോ, ഇന്ദ്രനു ശാപമോക്ഷം അരുളും നിൻ തൃക്കൈകൾ. മാറി മാറി വന്ന വിവിധ രാജവംശങ്ങളുടെ പരിലാളന ഏറ്റുവാങ്ങിയ ക്ഷേത്രമാകാം ഇതെങ്കിലും ക്ഷേത്രത്തെ സംബന്ധിച്ച വ്യക്തമായ ചരിത്രരേഖകൾ കണ്ടെത്തിയിട്ടില്ല. പാലക്കാട് രാജവംശത്തിന്റെ ഭാഗമായിരുന്ന കവളപ്പാറ സ്വരൂപത്തിൻ്റെതായിരുന്നു ഈ ക്ഷേത്രമെന്ന് ചരിത്രരേഖകളിൽ കാണുന്നതിനാൽ അവരുടെ കാലത്തായിരിക്കണം ഇത്തരത്തിലുള്ള ക്ഷേത്രഘടന നിർമ്മിതമായതെന്ന് നമുക്ക് വിശ്വസിക്കാം. മഹാദേവ ക്ഷേത്രം എന്ന നിലയിലാണ് ഈ ആരാധനാലയം പുകൾ കൊണ്ടതെങ്കിലും 2 ഭാവങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വൈഷ്ണവമൂർത്തികൾ ഈ ക്ഷേത്രത്തെ ധന്യമാക്കുന്നു. ക്ഷേത്രത്തിന് പ്രധാനമായി 3 ശ്രീകോവിലുകളുണ്ട്. ചതുരാകൃതിയിൽ നിർമ്മിച്ച ഒരു ശ്രീകോവിലിൽ മഹാദേവ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം
ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഇരുനിലകളുള്ള ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികൾക്ക് കേരളീയ വാസ്തുവിദ്യയുടെ ഒരു സുവർണകാലത്തെ സൂചിപ്പിക്കാനുള്ള കെൽപ്പുണ്ട് ഇപ്പോഴും. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തുലാമാസത്തിലെ ദീപാവലി വാവ് 2 ദിവസങ്ങളിലെ പ്രധാന ഉത്സവമാണ്. അന്ന് കേരളത്തിലെ വിദഗ്ധരായ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം, മേളം, മറ്റ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ശാന്തി തൻ ഗംഗാ പ്രവാഹമാകൂ, ശാന്തി തൻ ഗംഗാ പ്രവാഹമാകൂ. ശങ്കര ശിവ ശങ്കര ശ്രീ മഹാദേവോ നമോസ്തുതേ. ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലും ചതുരാകൃതിയിലുള്ളതും ഇരുനിലകളോട് കൂടിയതുമാണ്. മൂന്നാമത്തെ ശ്രീകോവിൽ വട്ടത്തിൽ നിർമ്മിച്ചതും നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നതുമാണ്. 3 മൂർത്തികളും പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്നു. ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ഭഗവതി എന്നിവരാണ് മറ്റു ഉപദേവതമാർ. ശിവശങ്കര പഞ്ചപ്രകാര രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കാശിക്ക് സമാനമുള്ള പുണ്യസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ശാന്തനും യോഗനിരതനുമായി കുടികൊള്ളുന്ന മഹാദേവന്റെ ഭാവമാണ് ഇവിടെ. വിളിപ്പുറത്തുണ്ടെന്ന് വിളിപ്പവരറിയുന്ന ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് പ്രത്യേകതകളോട് കൂടിയ ചുമർ ചിത്രങ്ങൾ നമുക്ക് കാണാം. സാധാരണ ക്ഷേത്രങ്ങളുടെ ചുവർ ചിത്രങ്ങളുടെ ശൈലിയിൽ നിന്നും ഭിന്നമായി 108 ശിവാലയങ്ങളുടെ ചിത്രങ്ങൾ, കാശി നഗരത്തെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങൾ, പള്ളി കൊണ്ട പെരുമാൾ മുതലായ ചിത്രങ്ങൾ ഇവിടെ കാണാം. ഗംഗതലോടും പിങ്കളജടയും വിഷ്ണു അനന്തനു മുകളിൽ പള്ളി കൊള്ളുന്നത് പോലെ ശിവൻ വാസുകിക്ക് മുകളിൽ പള്ളി കൊള്ളുന്നതും, വിഷ്ണുവിന്റെ കാൽക്കൽ രമ എന്ന കണക്കെ ശിവന്റെ കാൽക്കൽ ഉമയിരിക്കുന്നതുമാണ് പള്ളി കൊണ്ട പെരുമാളിന്റെ ചിത്രം. കൈകളിൽ മാനും ഈ ചിത്രങ്ങൾക്ക് നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. കൈകളിൽ മാനും അഴുവും ശിവ ശിവ കണി കണ്ടുണരേണം, പദകമലം മനസ്സിൽ വിടരേണം, പദകമലം മനസ്സിൽ വിടരേണം. തൃശിവ പേരൂർ വടക്കുംനാഥന് ത്രികാല നെയ്യഭിഷേകം, ഭക്തിയിലുതിരും തൃത്താപ്പൂവിനു മറ്റൊരു കൈലാസം, ഇത് മാനസ കൈലാസം. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം. കർക്കിടക മാസത്തിലും തുലാമാസത്തിലും വരുന്ന കറുത്തവാവ് ദിവസം നിരവധി പേർ ഗായത്രി തീരത്ത് പിതൃതർപ്പണം നടത്തി മഹാദേവനെ വന്ദിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നു. ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, അഷ്ടമി രോഹിണി എന്നീ ഉത്സവങ്ങൾക്ക് പുറമെ ഇവിടുത്തെ ദീപാവലി ഉത്സവം പ്രസിദ്ധമാണ്. ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം. ജടാജൂട്ട
तप्तगङ्गोत्तरङ्गैर्विशिष्यं शिवं शङ्करं शम्भुमीशानमीढे गळेरुण्डमालं तनौ सर्पजालं महाकालकालं गणेशाधिपालम् അലസഗാമിനിയായ ഗായത്രിപ്പുഴയും അതിന്റെ ശാന്തതീരവും ആധ്യാത്മികത തളം കെട്ടി നിൽക്കുന്ന ക്ഷേത്ര പരിസരവും ക്ഷേത്രക്കുളവും വിശ്വാസങ്ങൾ ഘനീഭവിച്ചു കിടക്കുന്ന ശ്രീകോവിലുകളും ഏത് ലൗകിക വിഭ്രാന്തനെയും ആധ്യാത്മിക തലത്തിലേക്ക് വലിച്ചുയർത്താൻ കെൽപ്പുറ്റവയാണ്. ഭസ്മഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം. ഈ പുണ്യസങ്കേതത്തിലെത്തിയാൽ ഏത് ഹൃദയങ്ങളാണ് ചൊല്ലിപ്പോകാത്തത്? ഓം ഹ്രീം നമഃശിവായ, ഓം നമോ നാരായണായ. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ വടാധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം.